ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ ഇത് ചപ്പാത്തിക്ക് ഉള്ളൊരു കറി റെഡിയായി. തക്കാളിക്കൂട്ട് റെഡിയായിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് ഞാൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാവ് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് തന്നെ രാവിലെ ഒരു ചെറിയൊരു പലഹാരം ചെയ്ത് കേട്ടോ. കാണുന്നുണ്ടോ? ഇത് പഴം, കുറച്ച് 3 പഴം അങ്ങനെ ഇരുന്ന് വെറുതെ അഴുവി പോകാറായ സ്റ്റേജിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ട പലഹാരമാണ്. കിഴവരക മാവും, അതായത് നമ്മുടെ റാഗി പൗഡറും കരിപ്പട്ടിയും പഴത്തിന് നല്ലതായിട്ടൊന്ന് കുറച്ചുകൂടെ നല്ല സ്മാഷ് ചെയ്ത് നെയ്യിലിട്ട് പിന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ തന്നെ കരിപ്പട്ടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി അത് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിച്ചു കേട്ടോ. ഞാൻ ഒഴിച്ച് പിന്നെ കൂരവും മാവും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം ഇല വാട്ടി ആ ഇലയിൽ നമ്മളിങ്ങനെ ഇല അട പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചെന്നെയുള്ള സംഭവം. പക്ഷേ ഉഗ്രനായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ എനിക്ക് ശർക്കര മാവിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പിള്ളേർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആർക്കും കൊടുത്തില്ല, ഞാൻ മാത്രമേ കഴിച്ച് നോക്കിയുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചപ്പാത്തി പരത്താൻ പോവുകയാണ്. സോ ചപ്പാത്തിക്കുള്ള കൂട്ട് റെഡിയായി. ചപ്പാത്തി പരത്തുകയാണ്. അപ്പോഴേക്കും ചേട്ടനും പിള്ളേരും ഉറക്കം എണീറ്റ് വന്നു. അവർക്കുള്ള ചുക്ക് കാപ്പിയും ചായയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിട് ഗ്ലാസ് അച്ഛനെ വെള്ളം കൊടുക്കട്ടെ. ഫിൽറ്റർ കൂടെ ഇടാം. ധനു രാവിലെ ചൂടുവെള്ളം കുടിക്കുന്നതിൻ്റെ ആരവാരവുമാണ് ഇതാ കേൾക്കുന്നത്, പാത്രങ്ങളുടെ സൗണ്ട്. ചപ്പാത്തി പരത്താൻ തനിയായിട്ട് പലകയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ കിച്ചൺ ടോപ്പിലിട്ട് ചെയ്താൽ തന്നെയാണ് സൗകര്യം. അത് എപ്പോഴും ഇവിടെ ക്ലീൻ ചെയ്ത് തന്നെ ഇടാറുള്ളൂ. അത് കാരണം എനിക്കിത് തന്നെയാണ് സൗകര്യം. ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ഇന്ന് ലീവായത് കാരണം ഇന്നലെ പ്ലാൻ ഇട്ടു രാവിലെ ചപ്പാത്തി തന്നെ ചെയ്യണം നല്ലത്. സ്കൂൾ ഡേയ്സിലൊക്കെ ഞാൻ രാവിലെ ചപ്പാത്തിയൊക്കെ ചെയ്യാറില്ല, കുറച്ച് ലേറ്റ് ആവുന്ന പരിപാടിയാണ്. പക്ഷേ ഇന്ന് എനിക്ക് 5:30 മണി കഴിഞ്ഞാലേ ഉറക്കം വരില്ല. നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. എന്നാലും പതിവ് പോലെ 5:30 കഴിഞ്ഞാൽ പിന്നെ കിടന്നാലേ പറ്റില്ല. അതിനെ കരുതി നേരത്തെ എണീറ്റു. പക്ഷേ ഭയങ്കര ജലദോഷമാണ്, തലക്കനം എല്ലാം ഉണ്ട്. അപ്പോൾ വേഗം ഒന്ന് രാവിലെയുള്ള ജോലിയും ഉച്ചയ്ക്കുള്ള ജോലിയൊക്കെ ഒന്ന് വേഗം ചെയ്തിട്ട് പോയി കിടക്കണം എന്നുള്ള രീതിയിലാണ്. കാരണം എനിക്ക് എല്ലാ ജോലിയും തീർന്നു കഴിഞ്ഞാൽ പിന്നെ പോയി കിടക്കാൻ തോന്നും. അല്ലാതെ 5:30 മണി കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞ് കിടന്നാലും. അപ്പോൾ അതിനെ കരുതി വെറുതെ സമയം കളയണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കുകയാണ്. സംസാരത്തിൽ നിങ്ങൾക്കറിയാം ഭയങ്കര ജലദോഷമാണ്. പിന്നെ തോന്നുന്നു പിന്നെ എന്തിനിങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന്. ശരി, എന്തായാലും ഒരു വീഡിയോ കിട്ടുമല്ലോ, നമുക്ക് സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഇന്നലെ കുറച്ച് വാങ്ങിച്ച കീര ഉണ്ടായിരുന്നു. അപ്പോൾ ആ കീരയും വെച്ച് മീനുണ്ട്. ഇന്ന് രാവിലെ മീൻ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ കീരയും മീനും മതിയാവും. അങ്ങനെ ചക്കക്കുരുവും കുറച്ച് മാങ്ങയും കൂടെ ഒക്കെ ഇട്ട് കീര അവിയൽ റെഡി ആയിട്ടുണ്ട്. രാവിലെ എന്തോന്ന് ഫുഡ് അമ്മ, ഉച്ചയ്ക്ക് എന്തോന്ന് കറിയമ്മ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണുമായ വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കീരാന്ന് പറഞ്ഞ സമയത്തേ അവളുടെ പരിപാടി തുടങ്ങി, കരയാൻ തുടങ്ങി. എനിക്ക് വേണ്ടേന്ന്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ നുറുക്ക് പലഹാരങ്ങൾ മതി. ചോറുണ്ണാൻ ഭയങ്കര പ്രയാസമാണ്. ഇത് വിളമീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വിളമീൻ എന്നാണ് പറയണത്. 2 സൈഡ് നല്ല മുള്ള് കാണും, ശ്രദ്ധിച്ച് കഴുകണം, അല്ലെങ്കിൽ കൈ ഫുള്ളായിട്ട് മുറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഉള്ളിൽ ആ സെൻറ്ററിലുള്ള ഒറ്റ മുള്ള് മാത്രമേ ഉള്ളൂ. നല്ല ഫ്ലഷിയാണ്, കഴിക്കാനൊക്കെ കുട്ടിയൊക്കെ എല്ലാം കൊടുക്കാൻ കൊള്ളാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കഴുകണം. നവര പോലെ തോന്നുന്നതാണ്, പക്ഷെ നവരല്ല, വിളമീനാണ്. ഈ മീൻ ഫ്രൈ ചെയ്യാൻ നന്നായിരിക്കും, പക്ഷെ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നില്ല. ഞാൻ തേങ്ങ പച്ചരച്ച് വയ്ക്കുകയാണ്. അതായത് തേങ്ങയുടെ കൂടെ ഒരു 10-12 ചെറിയ ഉള്ളിയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ പച്ചമുളക് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാം. കുറേ കറിവേപ്പിലയൊക്കെ ഇട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിത് ഉള്ളി തൊലിക്കാൻ ഒരാൾ കിട്ടി കേട്ടോ. രാവിലെ റെഡിയായി വന്ന്
ഉള്ളി തൊലിക്കുകയാണ്. എവിടെ തൊലിച്ചതൊക്കെ എവിടെ? കൈ നോക്കിക്കോ. മീൻ കഴുകാൻ വേണ്ടി പുറത്ത് ചെന്നിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നല്ല മഴ, കാറ്റും മഴയും, ശരിക്കും നനഞ്ഞു. നല്ല ജലദോഷം, നല്ല മഴ. പനി പിടിക്കാതിരുന്നാൽ കൊള്ളാം. അവിടെ നിന്ന് എണീറ്റ് വരാൻ പറ്റിയില്ല. കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമെന്നുള്ളതിൽ അങ്ങനെ മൊത്തത്തിൽ ഞാൻ നനഞ്ഞു. What you want me to do, yeah. Want me to do, yeah. I will make you see the places that you wish, yeah. That you wish. Never cross your fingers for a move, yeah. For a move, yeah. I will never let you go, never leave the flow. You're the thing that all I want. How could I hold all of this love that I have for you? മുരിങ്ങയ്ക്ക് ഇട്ട് വയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ മീൻ അത് മീനിന് പൊതുവെ മുരിങ്ങയ്ക്ക് ചേരും. ഞാൻ ഒരു 5-6 പച്ചമുളക് കൂടെ അരിഞ്ഞിടാൻ പോകണം. 2, 3, 4, 5 ഒരു 5 എണ്ണം കേട്ടോ. ഒരു തന്നെയാണ്. എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, റെഡ് ചില്ലി വേണമെന്നുള്ളവർക്ക് ഇടാം. ലേശം ഇനി ഇടാൻ പോവുകയാണ്, കുറച്ച് കളർ ഇടാൻ വേണ്ടി. കുറച്ചുകൂടെ വെള്ളം വേണം എനിക്ക്. അത് കാരണം തീരെ ജലദോഷമായത് കാരണം ഞാനിന്ന് വേറെ ഒഴിക്കാനൊന്നും വെച്ചില്ല. ഈ മീൻ കറി ഒഴിച്ച് തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇന്നലത്തെ രസമുണ്ട്. അപ്പം ഇന്ന് ഇത് വെച്ച് തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, വേറെ ഒന്നും ചെയ്യാൻ വയ്യ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. എല്ലാം ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പുളിയും കൂടെ ചേർക്കണം കേട്ടോ. കുറച്ച് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ചേർക്കണേ. മുളക് പൊടി ചേർക്കുന്ന ചേട്ടന് ഇഷ്ടമല്ല. അപ്പോൾ കയ്യോടെ ഈ കഷ്ണങ്ങളും കൂടെ ഒക്കെ ഇട്ട് തിളയ്ക്കാൻ വയ്ക്കണം. കറണ്ട് പോകുന്നു വരുന്നു, അങ്ങനെയാണ് ഇവിടുത്തെ കറണ്ട്.
എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല, വരും പോവും. പിന്നെ മഴ സമയം പിന്നെ നോക്കുകയും വേണ്ട. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നല്ല മഴയാണ് കേട്ടോ. ഇവിടെ നല്ല ജലദോഷം എല്ലാവർക്കും മോക്ക് ആദ്യം വന്നു, പിന്നെ എനിക്കായി. ഇപ്പോൾ ഏതാ ചേട്ടൻ തുമ്മിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ മോനാവണം എങ്കിലല്ലേ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. ഓക്കെ, സ്റ്റൗ കത്തിച്ചിരിക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഞാൻ കീരയുണ്ട്, മീനുണ്ട്, ഇന്നലത്തെ രസമുണ്ട്, കുറച്ച് അച്ചാറൊക്കെ ഉണ്ട്. ബാഹുബലി അടുപ്പിച്ച് വെച്ച കുറച്ച് പഴയ കൂട്ടാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അത്ര തന്നെ. കുറച്ച് ഇഞ്ചി കൂടെ ചതച്ച് ചേർക്കാൻ പോകണം. അങ്ങനെ മീനൊക്കെ റെഡിയായി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ജലദോഷത്തോടെ ഇനി പോയി ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. മഴ നനഞ്ഞ് ഈറും തുണിയോടെ നിൽക്കുകയായിരുന്നു. ആ ഡ്രസ്സും മാറ്റണം. തല ഭയങ്കര വേദന. അങ്ങനെയൊക്കെ വിചാരിച്ച് റൂമിൽ പോയപ്പം അവിടെ ഇതാ ഒരാൾ TV നോക്കി ഓരോ യോഗാസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കളിക്കാൻ ആരുമില്ല. കുറേ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നെ കളിക്കാനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്വയം വേറെ വഴിയില്ലാതെ TV നോക്കി ഡ്രോയിങ്ങും യോഗയും അങ്ങനെയൊക്കെ അവളുടെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലീവല്ലേ, ഞാൻ അമ്മയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ഞാനാണ് പറഞ്ഞ് അയച്ചത് ഇങ്ങോട്ട്. കാരണം കൂടെ ഒത്തിരി നേരം സംസാരിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് ഒട്ടും വയ്യ കണ്ണ, ജോലിയൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ഓരോ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്ര തന്നെയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ